നമസ്കാരം. വി ഡി ബിൻഡോയാണ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അടുപ്പിച്ച് ഒരു ദിവസം ബസ് പണിമുടക്ക്, പിറ്റേന്ന് ഭാരത് ബന്ദ്, അത് കഴിഞ്ഞ് കുട്ടികളുടെ വിദ്യാഭ്യാസ ബന്ദ്, ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ തുടർച്ചയായി ഇങ്ങനെ നടന്നു വന്ന ദിവസങ്ങളായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഹർത്താലും അല്ലെങ്കിൽ ബന്ദ് ഇതൊക്കെ പ്രഖ്യാപിച്ച് ഇത് നടത്തിയവർ ഈ സംസ്ഥാനത്ത് വ്യാപകമായി അക്രമം അഴിച്ചുവിട്ട് പാവപ്പെട്ട മനുഷ്യരെ ക്രൂരമായി ആക്രമിച്ച് തങ്ങളുടെ ഹർത്താലും അല്ലെങ്കിൽ ബന്ദ് ഒക്കെ വിജയിപ്പിച്ചു എന്ന് അഭിമാനിക്കുന്നവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്ത് നേടി എന്ന ഒരു ചോദ്യമാണ്. ഇക്കാലത്ത് ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചാൽ എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും ആ കമ്പനികളുടെ സ്റ്റാഫുകൾക്ക് അവർക്ക് ഹോംവർക്ക് അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ എല്ലാവർക്കും ലാപ്ടോപ്പ് നൽകിയിട്ടുണ്ട്. അവർ വീട്ടിലിരുന്നു കൊണ്ട് അവരുടെ ജോലിയെല്ലാം കൃത്യമായി തന്നെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി ചെയ്യും. അതുപോലെ തന്നെ കച്ചവടങ്ങൾ നടത്തുന്ന ഓൺലൈൻ കൊമേഴ്സ്യൽ സൈറ്റുകളെല്ലാം തന്നെ അവർ കച്ചവടങ്ങൾ കൃത്യമായി, അവരുടെ വ്യാപാരങ്ങൾ അവർ കൃത്യമായി നിർവഹിക്കും. ആമസോണും ഫ്ലിപ്കാർട്ടും എല്ലാം അവരുടെ ഓർഡറുകൾ കൃത്യമായി അവർ സ്വീകരിക്കും. ഗവൺമെൻറ് സേവനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഓൺലൈനാണ്. അതുകൊണ്ട് ആ മേഖലയിൽ യാതൊരു പ്രതിസന്ധിയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയില്ല. ടെലികോം മേഖലയെ ഈ ബന്ദ് ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല. ബാങ്കുകളെല്ലാം ഇലക്ട്രോണിക് സൗകര്യമുള്ളത് കൊണ്ട് ബാങ്കിങ് മേഖലയിൽ യാതൊരു തടസ്സവും വരില്ല. ചുരുക്കി പറഞ്ഞാൽ ടെലികോം, ബാങ്കിങ്, കൊമേഴ്സ്യൽ തുടങ്ങിയ ഭീകരതയൊന്നും ഇത് ബാധിക്കുന്നില്ല. മറിച്ച് ഹർത്താൽ ആരെയാണ് ബാധിക്കുക? ചെറുകിട കച്ചവടങ്ങൾ നടത്തി ഉപജീവനം നടത്തുന്ന മനുഷ്യരെ ഈ ഹർത്താൽ ബാധിക്കുന്നു. ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഈ ഹർത്താൽ ബാധിക്കുന്നു. ബസ് തൊഴിലാളികളെ ഈ ഹർത്താൽ ബാധിക്കുന്നു. ചുമട്ടുതൊഴിലാളികളെ ഈ ഹർത്താൽ ബാധിക്കുന്നു. ദിവസവേതനത്തിന്, ഒരു ദിവസത്തെ അന്നത്തിന് പുറത്തുപോയി ജോലിയെടുത്ത് ഉപജീവന മാർഗം നടത്തുന്ന ആളുകളെ ഈ ഹർത്താൽ ബാധിക്കുന്നു. ഇവരെ മാത്രം ബാധിക്കുന്ന ഈ ഹർത്താൽ എന്ത് ഫലമാണ് കാണുക? ഇവരെ മാത്രം ബാധിക്കുന്ന ഹർത്താൽ കൊണ്ട് ഈ ഹർത്താൽ പ്രഖ്യാപിച്ചവർക്ക് എന്ത് ഗുണമാണ് കിട്ടുക? ഇന്ത്യയിൽ എന്തെങ്കിലും സ്തംഭനം നടത്താൻ ഈ ഹർത്താൽ അനുകൂലികൾക്ക് കഴിഞ്ഞോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആളുകൾക്കിന്ന് എന്തെങ്കിലും സൗകര്യങ്ങൾക്ക്, ഇന്ത്യയിലെ എന്തെങ്കിലും സ്തംഭനം നടത്താൻ ഇവർക്ക് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. ആളുകൾ ഇന്ന് ബില്ലടയ്ക്കാൻ പുറത്തു പോകേണ്ട, ഫോൺ ചെയ്യാൻ പുറത്തു പോകേണ്ട, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ബൂത്തിൽ പോകേണ്ട, ഫോൺ ബൂത്തിൽ പോയി കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല, കത്തിടപാടുകളുടെ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഈ ഹർത്താൽ കൊണ്ട് എന്തെങ്കിലും ഗുണം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇവിടെ അക്രമം നടത്തുകയാണ്. പാവപ്പെട്ടവൻ തുറന്നു വച്ചിരിക്കുന്ന മീൻ കടയുടെ മുമ്പിൽ പോയിട്ട് പറയുകയാണ്, ഇത് അടച്ചു പോയില്ലെങ്കിൽ ഞാൻ മണ്ണെണ്ണ എടുത്തൊഴിക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അവർ സ്കൂളിൽ വന്നുകൊണ്ട് അവരെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിക്കുകയാണ്. വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിക്കുക മാത്രമല്ല, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉച്ചക്കഞ്ഞിയിൽ മണ്ണ് വാരിയിടുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ കേരളത്തിൽ കാലാഹരണപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ ഘട്ടം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നടത്തുന്നവരും കാലാഹരണപ്പെട്ട പ്രസ്ഥാനമാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. നമസ്കാരം.